ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കൊടുങ്ങല്ലൂർ SN വിദ്യാഭവന്റെ മെറിറ്റ് ഡേയും വിജയാഘോഷവും നടത്തി. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ തരുന്ന സമൂഹമാണ് ഏറ്റവും വലുത്. അവർക്ക് പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടാതെ പോയ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസമാണോ ഭക്ഷണമാണോ ആദ്യം വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തെടുത്താലും ഭക്ഷണത്തിന് വെച്ച് മറ്റും വേറൊരു മാർഗമില്ല. അത്രമാത്രം വലിയ പ്രശ്നം അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് അന്ന് വിദ്യാഭ്യാസ കാര്യത്തിൽ കുറച്ച് പിന്നോട്ട് പോകേണ്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ചില ആളുകളെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് ലഭ്യമാകാതെ പോയ പഠനം എൻ്റെ മകൻ നൽകാൻ ഞാൻ ശ്രമിക്കും എന്നുള്ള കാര്യം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കുട്ടികളാണെങ്കിൽ എത്രയോ ഉയർന്ന തലത്തിലേക്കാണ് പോകുന്നത് അറിയും. നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിലല്ല കുട്ടികളൊക്കെ നിൽക്കുന്നത്. കുട്ടികളൊക്കെ ഈ കോവിഡ് കാലം കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നന്നായി വന്നപ്പോൾ പുതിയ പുതിയ സംവിധാനങ്ങൾ നന്നായി ഉപയോഗിക്കുക, കോഴ്സുകളുടെ സ്ഥിതി, ലോകത്തിന്റെ പൊതുവായ സ്ഥിതി, അങ്ങനെ എങ്ങനെ എൻ്റെ മിടുക്ക് തെളിയിക്കാൻ പറ്റും, അത് എവിടെ പോയി പഠിക്കാൻ കഴിയും, അത് എങ്ങനെ പോകാൻ കഴിയും, എല്ലാം കുട്ടികളിപ്പോ അതേ രീതിയിലുള്ള നല്ല രീതിയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ചൈനയിൽ പോകുന്ന ആളുകളും അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എണ്ണം കൂടുമ്പോൾ ചില ആളുകൾ വേവലാതിപ്പെടും, നമ്മുടെ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയല്ലോ തോർക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കറിയാം ആ വേവലാതികളൊക്കെ താൽക്കാലികമാണ്. ഇവിടെയാണെങ്കിൽ അത്തരം ലോകത്ത് നടക്കുന്ന ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയും കുട്ടികൾക്ക് ഇടപെടാൻ കഴിയുന്നതിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖല എന്ത് ചെയ്തു നന്നായി ശക്തിപ്പെടുന്നത്. അതിന്റെ കൂടെ റിസൾട്ടാണ്. കുട്ടികൾ പോകട്ടെ, പോയി കഴിഞ്ഞാൽ അവർ എവിടേക്ക് വരും? നമ്മുടെ കുറച്ച് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരുള്ളൂ. അതൊന്നും മറ്റു രീതിയിൽ എന്തെങ്കിലും ആകുമെന്നുള്ള രീതിയിൽ നമ്മുടെ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള തോന്നലാണ് ഞങ്ങൾക്കുള്ളത്. മുൻ നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലറുമായ KR ജൈത്രൻ അധ്യക്ഷനായി. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ മേഖലയിൽ എന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനത്തോടെ നല്ല അക്കാഡമിക് ആയിട്ടുള്ള നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമായി കഴിഞ്ഞ 3.5 കൊല്ലം കൊണ്ട് ഈ സ്ഥാപനത്തിന് വളരാൻ കഴിഞ്ഞു എന്നുള്ളത് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനകരമാണ്, സന്തോഷകരമാണ്. അതിന്റെ പേരിൽ തന്നെ ഇതിന്റെ എല്ലാമായ ദിലീപ മാഷയും ഇവിടുത്തെ അധ്യാപകരെയും നല്ല കഠിനാധ്വാനം ചെയ്ത് നല്ല മാർക്ക് വാങ്ങി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുക. കാരണം നിങ്ങളൊക്കെ നല്ല അധ്വാനത്തിന്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. വെറുതെ അങ്ങ് മാർക്ക് കോരിയിട്ട് കിട്ടിയത് വാങ്ങിയതല്ല. നല്ല രീതിയിൽ പഠിച്ച് മെഡിക്കുകളായി വന്നവരാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങി നാടിന്റെ തന്നെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഡയറക്ടർ KR രണദീപൻ ആമുഖ പ്രസംഗം നടത്തി. KR ഗോപൻ, AV പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ പശ്ചിമ ബംഗാൾ സ്വദേശിയായ അഫ്സൽ അലി പർവീൻ, ഗഡൂൺ ദമ്പതിമാരുടെ മകളും മതിലകം സെയിന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ മാഹിൻ പർവീണിനെ സ്വർണ്ണപതക്കം നൽകി അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയവരെയും CBSE പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും രാജേഷ് തമ്പുരു, അജി ചാലക്കുടി എന്നിവരുടെ പാട്ടും നേരംപോക്ക് പരിപാടിയും നടന്നു. Fatima Shifa, Hana Nasreen. നമുക്ക് 77 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. 25 കുട്ടികൾക്ക് 9 A+ ഉണ്ടായിരുന്നു. 4 കുട്ടികൾക്ക് 8, 7 അങ്ങനെ ഒരു 90% കുട്ടികളും 5 A+ അതിൽ മേലെ വാങ്ങിച്ച് പാസ്സായിട്ടുണ്ട്. ഇത് കഴിഞ്ഞൊരു വാല്യുവേഷൻ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ 77 എന്നുള്ളത്
നമുക്ക് 81 ആക്കി മാറ്റാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്ക് റിസൾട്ട് പറയാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. ഇതോടെ +2 കുട്ടികൾ, നമ്മുടെ കുട്ടികൾ ഒരു വർഷം പേരും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. അതുകൂടി ഈ അവസ്ഥയിൽ പറയാം. ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം. കേരളാസ് ഫൈനസ്റ്റ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് വെൽക്കംസ് യു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു. ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ്. LKG മുതൽ ഡോക്ടറേറ്റ് വരെ ഈസിയായി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു. PhD, MBA, എഞ്ചിനീയറിംഗ്, B.Pharm, D.Pharm, പോളിടെക്നിക് ഡിപ്ലോമ, ആർട്സ് ആൻഡ് സയൻസ്, ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, CBSE സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ ഹോളി ഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ്. എക്സ്പെർട്ട് ഫാക്കൽറ്റി, ഡിജിറ്റൽ ക്ലാസ് റൂംസ്, അഡ്വാൻസ്ഡ് ലാബ്സ്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ലൈബ്രറി, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂൾ, സ്കേറ്റിംഗ്, ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ. നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം. വരൂ, ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മാള, തൃശൂർ. മേക്കിംഗ് എ ഡിഫറൻസ്.